എൻ്റെ ഗുരുനാഥനും ഞാനുമായുള്ള ചില ഇൻട്രാക്ഷൻ, ചില ബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം തന്നെ വിവരിച്ചു പോകാൻ വളരെ പ്രയാസവുമാണ്. കാരണം രാമേശ്വരം പാരമ്പര്യത്തിൽ, അത് രാമേശ്വരത്ത് ശ്രീ നീലകണ്ഠ മഹാദേവ ജോഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വളരെക്കാലം ഉപാസന ചെയ്ത് 1981 അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം മാത്രമാണ് ഗുരുനാഥൻ പിന്നീട് സ്വന്തം നിലയിൽ സാധന തുടങ്ങിയത്. അന്ന് വടകര ഒരു വീട് വാടകയ്ക്ക് വാങ്ങി വടകര CM ഹോസ്പിറ്റലിൽ ജോലിയുണ്ടായിരുന്നു. അതായത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഡോക്ടർ വിജയൻ എന്ന പേരിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു CM ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ CM ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വാടക വീട് വാങ്ങി അവിടെ നിന്നായിരുന്നു സാധന പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ഒട്ടുമുക്കാൽ ദിവസങ്ങളിലും അവിടെ മഹാപൂജ ഉണ്ടാവും. ചില ദിവസങ്ങളിലൊക്കെ മഹാപൂജ ഉണ്ടാവും, ലഘുപൂജ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, രാവിലെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ ആ വാടക വീട്ടിൽ പോയപ്പോൾ കണ്ടത് വളരെയേറെ ബ്രഹ്മതേജസ്സുറ്റ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരനാണ് ഗുരുനാഥന് വേണ്ട എല്ലാ പൂജയുടെ സഹായമൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അതുപോലെ അത്രയും തേജസ്സുറ്റവനായി തീരണമെന്നൊക്കെയുള്ള വ്യാമോഹം ഞാൻ മോഹിച്ചു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് നാസർ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപാസനയുടെ കാര്യത്തിൽ ജാതി മത വൈവിധ്യങ്ങളൊന്നും തന്നെ ഗുരുനാഥൻ നോക്കിയിരുന്നില്ല. അപ്പോൾ എന്നാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ അവരൊന്നും ശാക്തത്തിന് അങ്ങോട്ട് അടുപ്പിക്കുക പോലുമില്ല, അങ്ങനെയുള്ള ആൾക്കാരെ. പക്ഷെ ഞാൻ വളരെ അത്ഭുതപരതന്ത്രനായിപ്പോയി ഞാൻ. അങ്ങനെ ഇരിക്കുകയാണ് തലശ്ശേരി രമാദേവി മന്ദിരത്തിൽ നിന്ന് കുറച്ച് പേർ ഗുരുനാഥനെ കാണാൻ വന്നു. അന്ന് ഗുരുനാഥൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹിത്വമുണ്ടായിരുന്നു. തന്നെയുമല്ല, പല ക്ഷേത്രങ്ങളിലും ഡോക്ടർ വിജയൻ എന്ന പേരിൽ പ്രഭാഷണം നടത്തിയിരുന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് മുടങ്ങിപ്പോയ പ്രഭാഷണ പരമ്പര പുനഃസ്ഥാപിച്ചത് ഗുരുനാഥൻ്റെ പരിശ്രമം കൊണ്ടാണ്. പിന്നീട് എല്ലാ വർഷവും ഗുരുനാഥൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിൽ പോകുമായിരുന്നു. പിന്നീട് എനിക്കും അവസരമുണ്ടായി. 20 വർഷക്കാലം ഗുരുനാഥൻ സമാധിക്ക് ശേഷവും 20 വർഷക്കാലം ഞാനും അവിടെ മണ്ഡല പ്രഭാഷണം നടത്തുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ രമാദേവി മന്ദിരത്തിലെ ആൾക്കാർ അവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പുസ്തക പ്രകാശനം ചടങ്ങിലാണ്. തലശ്ശേരിയിലുള്ള ഡോക്ടർ സുന്ദരം എന്നു പേരായ ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ബ്രഹ്മാനന്ദ തീർത്ഥ. ആ ബ്രഹ്മാനന്ദ തീർത്ഥ ഭാസ്കർ രായരുടെ വരിവസ്യ രഹസ്യം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന് പ്രകാശനം ചെയ്യണം. അങ്ങനെ ഗുരുനാഥൻ അവിടെ പോയി പുസ്തകം പ്രകാശനം ചെയ്യുന്ന അവസരത്തിൽ ഗുരുനാഥൻ ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടും ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള യോഗ്യത എനിക്കുണ്ട്.
എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം എഴുതിയ ആളുടെ 11ാമത്തെ പാരമ്പര്യത്തിൽ ഉള്ള ആളാണ് ഞാൻ. പക്ഷേ അവരാരും അറിയില്ലായിരുന്നു ഗുരുനാഥൻ ശ്രീവിദ്യോപാസകനാണെന്ന് തന്നെ. അതുകൊണ്ട് ഇതിനുള്ള യോഗ്യത എനിക്ക് ആ രമാദേവി തൃപ്പാദങ്ങളുടെ നിശ്ചയം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ രാമേശ്വരത്ത് ഉപദേശത്തിന് പോകുന്നതിന് മുമ്പേ രമാദേവി തൃപ്പാദങ്ങളിൽ നിന്നും മന്ത്രോപദേശം വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ കാരണഗുരുവാണ് രമാദേവി തൃപ്പാദങ്ങളെന്ന് ഗുരുനാഥൻ അവിടെ പറയുകയുണ്ടായി. അത് പിന്നീട് പിറ്റത്തെ നവരാത്രി സമയത്ത് അവിടുത്തെ നവരാത്രി ആഘോഷത്തിന് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഗുരുനാഥൻ ക്ഷണിച്ചു. ഗുരുനാഥൻ അവിടെ പോയി. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇതൊന്നുമല്ല നടത്തേണ്ടത്, ഇവിടെ നടത്തേണ്ടത് ചണ്ഡികാ ഹോമമാണെന്ന്. പക്ഷെ അത് അവരെ മനസ്സിലിരുത്തി അവിടുത്തെ തീർത്ഥവാദ സ്വാമികൾ, രമാദേവി തൃപ്പാദങ്ങളുടെ ശിഷ്യനായ തീർത്ഥവാദ സ്വാമികൾ, അങ്ങനെ ഒരു മകരമാസത്തിലോ മറ്റോ ഒരു ചണ്ഡികാ ഹോമം അവിടെ നിശ്ചയിക്കുകയും ഗുരുനാഥനെ ക്ഷണിക്കുകയും ചെയ്തു. ഗുരുനാഥൻ്റെ പ്രതിനിധിയായി അതിൽ പങ്കെടുത്തത് ഞാനായിരുന്നു. ആദ്യമായിട്ടാണ് അന്ന് ഞാൻ ചണ്ഡികാ ഹോമം കാണുന്നത്. പിന്നീട് അതിൻ്റെ വിധികളൊക്കെ ഞാൻ ഏതാണ്ട് മനസ്സിലാക്കി കണ്ടപ്പോൾ അത് പഠിക്കണമെന്നുള്ള ഒരു ദുരാഗ്രഹം എനിക്കുണ്ടായി. അതിന് പഠിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുകയും ചെയ്തു. അങ്ങനെയാണ് ചണ്ഡികാ ഹോമം പഠിക്കുവാനിടയായ ഒരു സാഹചര്യം. ഏതായിരുന്നാലും ആ ചാമുണ്ഡാ മന്ത്രം, രമാദേവി തൃപ്പാദങ്ങൾ ഗുരുനാഥന് ഉപദേശിച്ച ചാമുണ്ഡാ മന്ത്രം, ആ ചാമുണ്ഡാ മന്ത്രത്തെ ഗുരുനാഥൻ വളരെ പരിഭാവനമായി കാണുകയും ഗുരുനാഥൻ്റെ അടുത്ത് വരുന്ന ശിഷ്യന്മാർക്ക് ചിലപ്പോൾ ഒന്നാമതായി ആ മന്ത്രമായിരുന്നു കൊടുത്തിരുന്നത്. അതിന് ശേഷം മാത്രമേ ബാലയും ശ്രീവിദ്യയും അതുപോലെ പൂർണ്ണദീക്ഷയൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഏതായിരുന്നാലും സാധനയുടെ ക്രമം അനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യനെ എങ്ങനെ വാർത്തെടുക്കണമെന്ന ആ ഒരു പരുവത്തിൽ ഒരുപാട് ശിഷ്യന്മാരെ ലോകം മുഴുവനും വാർത്തെടുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നും ശിഷ്യന്മാരുണ്ട്. അവരും പരസ്പരം ബന്ധപ്പെടാതെയും പരസ്പരം അറിയാതെയും അവരിപ്പോൾ ഗുരുനാഥൻ്റെ ശ്രീപാദകം മൂർധാവിൽ വെച്ചുകൊണ്ട് ജപിക്കുന്നുണ്ട്. അതേപോലെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ശിഷ്യന്മാരുണ്ട്. ഇത്തരമൊരു മഹനീയ വ്യക്തിത്വത്തെ തമസ്കരിക്കുവാൻ വേണ്ടി മാത്രമാണ് കേരളീയർ ശ്രമിച്ചത് എന്നത് മാത്രമേ എനിക്കിവിടെ പറയുവാനുള്ളൂ.